CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. മരത്തംകോട് 70-കാരിയുടെ മാല ബൈക്കിലെത്തി കവർന്ന സംഭവം മോഷ്ടാവിനെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി കുന്നംകുളം പോലീസ്. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണമാണ് പ്രതിയെ കണ്ടെത്തുന്നതിൽ നിർണായകമായത്. അറസ്റ്റിലായത് പെരുമ്പിലാവ് കോത്തോളിക്കുന്ന് സ്വദേശി ഹരിദാസ്. 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ പനിമരണം സ്ഥിതിഗതികൾ വിലയിരുത്താൻ സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തൃശൂർ ആരോഗ്യ സർവകലാശാലയിലെ കമ്മ്യൂണിറ്റി വിഭാഗം വടക്കേകാടെത്തി. ചമ്മന്നൂരിലും സമീപ പ്രദേശങ്ങളിലും നേരിട്ടെത്തി പരിശോധന നടത്തി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. കുന്നംകുളം നഗരത്തിൽ ടയർ പഞ്ചറായി നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി മറിഞ്ഞ അപകടം. വ്യാഴാഴ്ച രാവിലെ 7:30 കുന്നംകുളം ഗുരുവായൂർ റോഡിലാണ് അപകടമുണ്ടായത്. ആർക്കും പരിക്കില്ല. കേരള വിഷൻ സിഗ്നൽ കേബിളുകൾ വ്യാപകമായി പൊട്ടിയ നിലയിൽ. ഇന്റർനെറ്റ് സംവിധാനവും കേബിൾ TV സംപ്രേഷണവും പൂർണ്ണമായും നിലച്ചു. അറ്റകുറ്റപ്പണി ദ്രുതഗതിയിൽ നടത്താൻ കേബിൾ ഓപ്പറേറ്റർമാരും തൊഴിലാളികളും സജീവമായി രംഗത്ത്. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ മൾട്ടിമീഡിയ ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഫിലിം ഫെസ്റ്റിവൽ നടത്തി. ചാവക്കാട് നഗരത്തിന് സൂഫി ആലാപന ശൈലിയിലുള്ള സംഗീത സായാഹ്നമൊരുക്കി ചാറിയാർ സൂഫി സംഗീതയാത്ര. ചാവക്കാട് ഘരാനയുടെയും ദേശീയ മാനവിക വേദിയുടെയും നേതൃത്വത്തിൽ കൂട്ടുങ്ങൽ ചതുരത്തിൽ നടത്തിയ ചാറിയാർ സംഗീതയാത്ര വേറിട്ട സംഗീതാനുഭവമായി. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജ് റിസർച്ച് പ്രൊമോഷൻ സെല്ലും IQACയും സംയുക്തമായി ഇൻസ്പയറോ ഗവേഷണ പ്രബന്ധ സമാഹാര പ്രകാശനം സംഘടിപ്പിച്ചു. പോർക്കുളം പഞ്ചായത്തിൽ SC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി മേശ, കസേര എന്നിവ വിതരണം ചെയ്തു. വടക്കേകാട് ജനമൈത്രി പോലീസും റാഹ ലാബും ചേർന്ന് സുരക്ഷിതമായ റോഡുകൾ, ആരോഗ്യമുള്ള ഡ്രൈവർമാർ എന്ന സന്ദേശത്തോടെ പുന്നയൂർ പഞ്ചായത്തിലെ ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്കായി പ്രീ സ്ക്രീനിംഗ് ലബോറട്ടറി പരിശോധനകൾ നടത്തി. കണ്ടാണശ്ശേരിയിൽ ക്യാൻസർ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആരോഗ്യമാനന്ദം അകറ്റാമർബുദം എന്ന ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത്. വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ ക്യാമ്പയിന്റെ ഭാഗമായി DYFI കാട്ടകമ്പാൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറുകൾ വിതരണം ചെയ്തു. തീരദേശ മേഖലയിലെ അയൽക്കൂട്ടങ്ങളുടെ സമഗ്ര വികസനത്തിനായി കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ തീരദേശ സംഗമം ഈ മാസം 22 മുതൽ 26 വരെ ചാവക്കാട് ബീച്ചിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിൽ ഫെബ്രുവരി 21, 22, 23 തീയതികളിൽ സദ്വാർത്താ കൺവെൻഷൻ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വേലൂർ സർവീസ് സഹകരണ ബാങ്ക് കർഷക സേവന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന നെൽകൃഷിയുടെ 10ാമത് കൊയ്ത്തുത്സവം നടത്തി. പുന്നയൂർക്കുളം GMLP സ്കൂൾ വാർഷികാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. പ്രസിദ്ധമായ പഴഞ്ഞി, അരുവായ്, ശ്രീ ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വേലമഹോത്സവം ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. പുന്നയൂർ കുരഞ്ഞിയൂർ ശ്രീ എരിമൽ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം വിവിധ പരിപാടികളോടുകൂടി ഭക്തിനിർഭരമായി ആഘോഷിച്ചു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിൽ NSSന്റെയും NCCയുടെയും നേതൃത്വത്തിൽ സംയുക്ത രക്തദാന ക്യാമ്പ് നടത്തി. കടൽമണൽ ഖനനത്തിനുള്ള ഭരണകൂട കോർപ്പറേറ്റ് പദ്ധതിക്കെതിരെ വെൽഫെയർ പാർട്ടി കടൽ സംരക്ഷണ യാത്രയും പ്രക്ഷോഭ സംഗമവും നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.